ഹായ് വെൽക്കം ടു അമിയാസ് കിച്ചൻ. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ് ബിരിയാണിയുടെ റെസിപ്പി പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും സബോളയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിപ്പോൾ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയും നന്നായിട്ട് തന്നെ വറവായിട്ടുണ്ട്. നമുക്കിത് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു സബോള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു വലിയ സബോള നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടി നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ സബോള ഫ്രൈ ചെയ്യുന്ന സമയത്ത് തീ കുറച്ച് കൂട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് റെഡിയായി കിട്ടുകയും ചെയ്യും, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗവും ഒരേപോലെ ഫ്രൈ ആവില്ല. അപ്പോൾ നമ്മുടെ സബോളൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. കാരണം ഇത് ചൂടാറുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു കളറായിട്ട് വരും. അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് സബോള ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി ഓയിലിൽ തന്നെ നമുക്ക് ഇതിൽക്കുള്ള റൈസും കൂടിയും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൽക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിൽക്കൊരു 2 കറുകട ഇല, പിന്നെ ഒരു 2 ചെറിയ കഷ്ണം കറുകപ്പട്ട, പിന്നെ ഒരു 4 ഏലക്കായ, പിന്നെ ഒരു 4 കറിയാമ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തന്നെ മൂപ്പായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു 15 മിനിറ്റ് വെള്ളത്തിൽ നന്നായിട്ട് സോക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതും കൂടി ചേർത്തതായിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇങ്ങനെ വഴറ്റി കൊടുക്കുമ്പോൾ നമ്മുടെ അരി ഒട്ടും ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടും. അപ്പോൾ നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് തന്നെ വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്കൊരു 4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നോർമലി നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ 2.5 കപ്പ് അരിക്ക് ഒരു 5 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. ബിരിയാണിക്ക് ആകുമ്പോൾ ഒരു 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് വേവ് നിർത്തിയായിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുത്താൽ മതി. കാരണം നമ്മൾ ദമ്മൊക്കെ ഇട്ട് കുക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് വേവിൽ നമുക്ക് കിട്ടിക്കോളും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്കൊരു നാരങ്ങയുടെ നീരും കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതിനുശേഷം നമുക്കിത് അടച്ചുമൂടി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു മൂടി കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. 15 മിനിറ്റ് ആയാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിപ്പോൾ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലൊക്കെ ഇപ്പോൾ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എഗ്ഗ് ചേർത്തതായിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്കൊരു 4 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ എഗ്ഗും കൂടി ചേർത്തതായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ചെറുതായിട്ടൊന്ന് കളറ് മാറിയാൽ മതി. ഈ എഗ്ഗൊക്കെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സബോള ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 മീഡിയം സൈസ് സബോളയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നതായിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സബോളൊക്കെ നന്നായിട്ട് തന്നെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി, പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചതച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 5 പച്ചമുളകും ഒരു മീഡിയം സൈസ് ഇഞ്ചി, ഒരു 15 അല്ലി വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ്. ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറണ വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിൽ നമ്മൾ എരിവിന് മെയിനായിട്ട് ചേർക്കുന്നത് പച്ചമുളകാണ്. അപ്പോൾ അതുകൊണ്ട് എരി കൂടുതൽ വേണമെന്നുള്ളവർക്ക് പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 2 മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ അതും കൂടി ചേർത്തതായിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റാം. എന്നിട്ട് നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കുക. തക്കാളി നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളി സബോളൊക്കെ നന്നായിട്ട് തന്നെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം.
അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുക. ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്ത ബിരിയാണി മസാലയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ റെഡിമെയ്ഡായിട്ട് മേടിച്ച ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. അപ്പോൾ അത് ചേർത്തിനായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയുടെ കുത്തൊന്ന് മാറുന്ന വരെ നന്നായിട്ട് തന്നെ ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റെടുക്കുക. 1/2 കപ്പ് എന്ന് പറയുമ്പോൾ ഒരു 6 ടേബിൾ സ്പൂണോളം തൈര് ഉണ്ടായിരുന്നു. തൈര് ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയും അരിഞ്ഞത് കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് സമയം നമുക്കൊന്ന് അടച്ചു മൂടിയായിട്ട് കുക്ക് ചെയ്യാം. ഇപ്പൊ നമ്മളിത് അടച്ചുമൂടി വെച്ചിട്ട് കുറച്ച് സമയം ആയിട്ടുണ്ട്. ഇതിന്റെ സൈഡിലൊക്കെ ചെറുതായിട്ട് നെയ്യ് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ സബോള വഴറ്റിനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച സബോളന് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത എഗ്ഗും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് സമയം കൂടി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ബിരിയാണി ദം ചെയ്തെടുക്കുന്നത് നമ്മൾ നേരത്തെ റൈസ് തയ്യാറാക്കിയെടുത്ത അതേ സെയിം പാത്രത്തിൽ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ഞാൻ കുറച്ച് റൈസ് ആദ്യം തന്നെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഒരു നല്ല കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ ഫുഡ് കളറൊന്നും ഇതിൽ യൂസ് ചെയ്യണില്ല. അപ്പോൾ അത് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിന ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് സബോള ഫ്രൈ ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കിയെടുത്ത മസാല മുഴുവനായിട്ട് ഇതിൽ വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് ഒരു ലെയറായിട്ടാണ് സെറ്റ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മസാല മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മസാല മുഴുവനായിട്ട് ഇപ്പോൾ ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് എഗ്ഗ് വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ ബാക്കിയുള്ള റൈസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സബോള ഫ്രൈ ചെയ്ത കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് മല്ലിയിലയും പുതിനയും ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഒഴിച്ചുകൊണ്ട് തന്നെ മഞ്ഞളിട്ട പാല് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സാഫ്രോൺ മിൽക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരല്പം ബിരിയാണിയുടെ മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു ഫോയിൽ പേപ്പർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് അടച്ചു മൂടിയായിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂർ ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ദമ്മിടുക. അതിന് ശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്നാൽ മതി. അപ്പോൾ ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അടിയിൽ ഇതുപോലത്തെ ഒരു പാത്രം വെച്ചിട്ട് ദം ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും അടി പിടിക്കാണ്ട് കിട്ടും നമുക്ക്. ഇപ്പോൾ നമ്മളിത് ദമ്മിടാൻ വേണ്ടിയിട്ട് അടച്ചുമൂടി വെച്ചിട്ട് ഒരു 3/4 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്തിട്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. അരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ് ബിരിയാണിയാണ്. പറ്റുകയാണെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്